ഹലോ ഗായ്സ്, ഞാൻ പ്രിയ മണികണ്ഠൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ണിയോളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ട് ഞാനും മണിയേട്ടനും അമ്മയും കൂടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇതാണ് ചേലക്കര അന്തിമഹാകാളൻ കാവ്, ഞങ്ങളുടെ അന്തിമാളൻ്റെ അമ്പലം. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ അന്തിമാളങ്കാവിൽ പോകാറുള്ളത്. അതേപോലെ ഇന്നും ഒരു ഹാപ്പി ഡേ ആണ് എനിക്ക്. അത് പോകെ പറയാം. നമ്മുടെ മനസ്സും പ്രവൃത്തിയും നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഫലം ദൈവം നമുക്ക് കൊണ്ടുവന്ന് തരുമല്ലേ. അപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു, പുഷ്പാഞ്ജലി കഴിച്ചു. അന്തിമാളൻ്റെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് വെടി വഴിപാടാണ് കേട്ടോ. അപ്പോൾ 10 വെടി വഴിപാടും കൂടെ കഴിച്ചു. ഇപ്പോൾ കണ്ടില്ല, അതാണ് മണിയേട്ടൻ്റെ അമ്മ കേട്ടോ. അമ്മ വീഡിയോയ്ക്ക് മുമ്പിലൊന്നും വരില്ല, പക്ഷേ എനിക്ക് അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ പുഷ്പാഞ്ജലി വാങ്ങി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചു, പ്രദക്ഷിണം വെച്ചു. പിന്നെ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു ഭാഗം, അതായത് ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ടും പാടങ്ങളാണ്. കാണാൻ ഭയങ്കര രസമാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാടം. ഈ ആൽത്തറയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പാടത്തിൻ്റെ ഓപ്പോസിറ്റ് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമുണ്ട്, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. പിന്നെ ഈ പാടത്ത് വെച്ചിട്ടാണ് വേല ആഘോഷിക്കാറ്. നല്ല വെയിലുണ്ടല്ലേ. എന്ത് രസമാണ്, നിറച്ച ആമ്പല്. ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്പലത്തേക്ക് വരുന്ന കാര്യം പറഞ്ഞു. എന്താ സ്ഥലത്തിന്റെ പേരൊക്കെ ഓർമ്മ വെച്ചിട്ട് ആനമല. അവിടുന്ന് പിന്നെ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഞങ്ങളെല്ലാവരും ഓരോ മസാല ദോശ കഴിച്ചു. അച്ചിക്കിച്ചില്ലാണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോണത്. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് അവരെ കൊണ്ട് ഒരു മൂവിക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെസ്, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുണ്ട്. ഈ 1.5 വർഷത്തിൽ ഒരു 4-5 മാസമായിട്ടാണ് ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. കൂടുതൽ ലൈവാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് ഗൈസ്. യെസ്, മണിയേട്ടൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ ആദ്യത്തെ സമ്പാദ്യം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനൊരു വരുമാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എന്നെ സഹായിച്ചവർക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി. അമ്മ 2 വാക്ക് പറയൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മോൾക്കിത് കിട്ടിയില്ലേ, പറയണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് മോൾക്ക് പൈസ കിട്ടി. ഏറ്റവും വലിയ സന്തോഷമുണ്ട് എനിക്ക്. എല്ലാ ഇതും മോൾക്ക് ചെയ്തു കൊടുത്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. കാരണം എനിക്കൊന്നും പറയാനില്ല. അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അതിന് അമ്മ ക്യാമറ റൂമിലൊക്കെ വരാൻ അമ്മയ്ക്ക് ഭയങ്കര മടിയാ. എന്നാലും അമ്മ പിന്നിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ താങ്ക് യു. എവിടേക്കൊക്കെ പോവുക. എന്ത് മാങ്ങ ഉണ്ടോ? ആ, കടുമാങ്ങ അല്ല, ഇതാണ് മനസ്സിലായില്ല. അമ്മ പറഞ്ഞപ്പോഴാണ് ഓർമ്മ. ഇതാണ് പുളി. കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര പുളിയാണ്. മണ്ണേട്ടാ, എന്താണ് മണ്ണേട്ടൻ പറയാനുള്ളത് യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനത്തെ കുറിച്ച്? യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയതിനെ പറ്റിയിട്ട് എന്താ പറയുക, നമ്മളെ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട്, അതുപോലെ നല്ലൊരു ഫോണോ ഒരു റിംഗ് ലൈറ്റോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ലാതുള്ള ഒരു സമയത്ത്, മുത്തിൻ്റെ മുഖം വരെ കറക്റ്റായിട്ട് കാണാത്ത സമയത്ത്
കാണാത്ത സമയത്ത് നമ്മുടെ കൂടെ കുത്തിയിരുന്ന് വേരം വിളിച്ചാക്കി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക് ലൈവിൽ. അതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഒരുപാട് പേരുണ്ട്. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം പറഞ്ഞിട്ടും അങ്ങനെ എല്ലാ സുമനസ്സുകൾക്കും നന്ദി പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത പറയും ചിലപ്പോൾ. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഇനി ഞങ്ങളെ കൊച്ചു ഗ്രാമത്തിൻ്റെ ചെറിയൊരു വ്യൂ ആണ്. ഞാൻ ഈ ഭാഗത്തെത്തി കുറേ ഷോർട്ട് വീഡിയോസ്, നല്ല കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണ്. ഗൈസ്, ഇതാണ് കൊയ്യാറായ പാടം. കണ്ടോ ഗൈസ്, നോക്കിയേ. അതിൻ്റെ നടുവിലൂടെ ഒരു കൊച്ചു റോഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതോടെ ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നുകൊണ്ട് കണ്ടോ. ഇതൊക്കെ സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ മാത്രം നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റൂ. ഇങ്ങനെ തള്ളല്ലടോ മനുഷ്യൻ. തള്ളാണോ ഇതൊക്കെ? ഇങ്ങോട്ട് വാ. അപ്പോൾ ഓക്കെ, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഫോണടിക്കുക പരിചയമുള്ള ആൾക്കാർ കാറിലൊക്കെ പോകുമ്പോഴേ. ഓക്കെ. ഒരു രൂപയിലും അത് സന്തോഷം. എന്നാലും ഈ അമ്മമാരെ തെരഞ്ഞു നിങ്ങൾ വന്നല്ലോ. അമ്മമാര് നമുക്ക് എപ്പോഴും പറയാം, ഞങ്ങള് പഴയ ആളുടെ ഏട്ടനും ഞങ്ങളെല്ലാവരും പലതരത്തിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ സന്തോഷം ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ചേട്ടാ. എന്താണ് വിശേഷം? ഞങ്ങള് വെറുതെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാ. ദശനൊക്കെ ഒന്ന് കാണാച്ചിട്ട് ഇറങ്ങിയതാ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, എനിക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ആ ഒരു എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യും എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മനസ്സ് തോന്നി ആരെങ്കിലും ഏതെങ്കിലും രീതിക്ക് പറ്റുന്ന പോലെ ഇതേപോലുള്ള അമ്മമാരെയോ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ. എന്ത് സ്നേഹനിധിയായ അമ്മമാരാണെന്നറിയോ, ദൈവത്തിൻ്റെ സ്വന്തം മാലാഖമാർ. അവിടുന്ന് പിന്നെ നേരെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, പിന്നെ മൂവി കണ്ടു. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ഹാപ്പി അടിച്ചു പൊളിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും ഇങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയതും. അത് ഞാൻ എന്നും നിങ്ങളോട് നന്ദിയുള്ളതായിരിക്കും. താങ്ക് യു. കീപ് സപ്പോർട്ടിങ് മീ. ബൈ.